أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. صدق الله العلي العظيم. ബനു ഇസ്രായേലിന് അള്ളാഹു നൽകിക്കൊണ്ട് അവരുടെ യാത്രയിലുടനീളം അവർക്ക് നൽകിയ നിഅമത്തുകളെ ഓരോന്നോരോന്നായിട്ട് അനുസ്മരിക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവരുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവർക്ക് മേഘത്തണൽ നൽകി, മന്ന നൽകി, സെൽവ നൽകി, ഒക്കെ നൽകി. അള്ളാഹു പറയുന്നു, മൂസ അദ്ദേഹത്തിൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് മഴയെ ചോദിച്ചു. വൈദിസ്തസ്കാ മൂസ ലി ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ കൗമിന് വേണ്ടി മൂസ മഴയെ ചോദിച്ചു. അപ്പോൾ നാം പറഞ്ഞു, ഫഖുൽ നദരിബ് അസാക്കൽ ഹജർ, നിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ പാറയെ അടിക്കുക. മൂസ അലൈഹി സ്വലാമിൻ്റെ കയ്യിൽ അള്ളാഹു നേരത്തെ ഒരു മുഅ്ജിസത്തായിട്ട് നൽകിയ വടിയുണ്ട്. മൂസയുടെ വടിയാണ്. അതിനെ അള്ളാഹു ഒരു അടയാളമാക്കി ഫിറഔൻ്റെ മുമ്പിലും മറ്റും പ്രദർശിപ്പിച്ചതാണ്. ആ വടി കൊണ്ട് നീ പാറയെ അടിക്കുക. ഫം ഫജറത്ത്, അങ്ങനെ അടിച്ചപ്പോൾ ഇൻഫജറത്ത്, പൊട്ടിപ്പുറപ്പെട്ടു. ഗഷ്ഫോത്ത്, വളരെ നല്ല ഫോഴ്സോടുകൂടെ വെള്ളം പുറത്തേക്ക് വന്നു. മിൻഹു, അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. ഇസ്നത്ത അഷറത്ത് ഐന, 12 ഐൻ, 12 അരുവികൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ 12 അരുവികളിൽ നിന്ന് വെള്ളം പോയി 12 സ്ഥലത്ത് സ്റ്റോറായി. 12 വാട്ടർ ബോഡീസ് ഉണ്ടായി. അവർ 12 ട്രൈബുകളാണ്. മൊത്തം മൂസ അലൈഹി സ്വലാം പറയുന്നത് തോറ പ്രകാരം 6 ലക്ഷം ആൾക്കാർ മൂസയുടെ കൂടെ ഉണ്ട് എന്നാണ്. ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹും, ഓരോ ജനത്തിനും ഓരോ ട്രൈബിനും അങ്ങനെ തീരുമാനമായി അറിയാൻ കഴിഞ്ഞു അവരുടെ മശ്റബ്, അവരുടെ പാനസ്ഥലം, അവർക്ക് കുടിക്കാനുള്ള വാട്ടർ ബോഡി എവിടെയാണ്. 12 വഴിക്ക് 12 വാട്ടർ ബോഡീസ് ക്രിയേറ്റായി. അങ്ങനെ ഓരോ ജനത്തിനും അവർക്കെവിടെയാണ് കുടിക്കേണ്ടത്, അവരുടെ പാന സ്ഥലമേതാണ് എന്ന കാര്യത്തിലൊക്കെ തീരുമാനമായി. എന്നിട്ട് അള്ളാഹു പറയുന്നു, കുലു വഷ്റബു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, കുടിച്ചോളൂ, മി റിസ്ക്കില്ല, അള്ളാഹുവിൻ്റെ റിസ്ക്കിൽ നിന്ന് കുടിച്ചോളൂ, ഭക്ഷിച്ചോളൂ. പക്ഷേ വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, മുഫ്സിദീങ്ങളായിക്കൊണ്ട്, മറ്റുള്ളവരെ കേടുവരുത്തിക്കൊണ്ട്, ഫാസിദീങ്ങളായിക്കൊണ്ടല്ല, മുഫ്സിദീങ്ങളായിക്കൊണ്ട്, മറ്റുള്ളവരെ കേടുവരുത്തുന്നവരായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ അക്രമം ചെയ്യുന്ന ആളുകളാകല്ലേ. വലാ തഅസൗ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ അക്രമം ഫസാദ് ഉണ്ടാക്കല്ലേ, മുഫ്സിദീങ്ങളായിക്കൊണ്ട്. പിന്നെ മറ്റൊരു സംഗതി പറയുന്നു, അവർ വീണ്ടും കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ കിട്ടിയിട്ടും അവരുടെ ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ച് പറയുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ഇത്തരം കംപ്ലൈൻറ്റുകളും അതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നുമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അവർ പറഞ്ഞു, വൈദ് ഖുൽത്തും, നിങ്ങൾ പറഞ്ഞപ്പോൾ, യാ മൂസ, അല്ലയോ മൂസ, ലൻ നസ്ബിർ അലാ തുആമിൻ വാഹിദ്, ഒരൊറ്റ ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് ഒരൊറ്റ ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്ക് ക്ഷമ വരുന്നില്ല, ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഒരൊറ്റ ഭക്ഷണം കഴിച്ചിട്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അവരുടെ കംപ്ലൈൻറ്റ്, ഒരൊറ്റ ഭക്ഷണം കഴിച്ചിട്ട് മന്ന മാത്രം കഴിച്ച് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് മടുത്തു എന്ന അവരുടെ കംപ്ലൈൻറ്റ് വീണ്ടും അവർ പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്യ് നിൻ്റെ റബ്ബിനോട്. ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർള്, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറപ്പെടുവിച്ച് തരാൻ വേണ്ടിയിട്ട് നീ നിൻ്റെ റബ്ബിനോട് ദുആ ചെയ്യ്. അഥവാ മിൻ ബഖ്ലിഹ, അതിലുള്ള പച്ചക്കറികളൊക്കെ ഞങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് മിസ്ർ കിട്ടിയിരുന്നു. ഈജിപ്തിൽ ഞങ്ങൾ പച്ചക്കറിയൊക്കെ കിട്ടിയിരുന്നു, വെള്ളരിക്ക കിട്ടിയിരുന്നു, ഉള്ളിയും പച്ചക്കറികളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ദുആ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുക. പച്ചക്കറികൾ എന്തൊക്കെയാണ്? വഖിസ്സാഇഹ, അതിലെ കുക്കുംബർ അല്ലെങ്കിൽ അതിലെ കക്കരി, വെള്ളരിക്കും പറയും, പച്ചക്കറികളിൽ പെട്ടതാണ്. പച്ചക്കറികളുടെ വിശദീകരണം പറയാണ്. പിന്നെ ബക്കൽ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്, അതാണ് ബക്കാല. ബക്കാല എന്ന് പറയുന്നത് പച്ചക്കറി വിൽക്കുന്ന ബായുൽ ബുക്കൂലാണ്, പച്ചക്കറി വിൽക്കുന്ന ആളാണ് ബക്കാല. വഖിസ്സാഇഹ, കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരി. വഫൂമിഹ, ഫൂമ് എന്നുള്ളത് സൂമ് എന്നുള്ള അറബി വാക്ക് തന്നെയാണെന്നാണ്
വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അഥവാ ഗാർലിക്കാണ് ഉദ്ദേശിക്കുന്നത്. ഗാർലിക്ക് അഥവാ വെള്ളുള്ളി. വ അദസിഹ പയർ, വ ബസ്വലിഹ സവാള, ഇതൊക്കെ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തരാൻ വേണ്ടി പറ. അപ്പോൾ അവരുടെ കംപ്ലൈൻറ്റ് ഇങ്ങനെ ഉണ്ടായപ്പോൾ മൂസ അലൈഹിസ്സലാം അവരോട് തിരിച്ചു ചോദിക്കുന്നത്, അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, നിങ്ങൾ വളരെ മെച്ചമായത് മാറ്റിയെടുക്കുകയാണോ വളരെ മോശമായതിന്? അവരിങ്ങനെയൊക്കെ പറയുകയും അവർ രഹസ്യമായിട്ട് ഈവൻ തീരുമാനിക്കുക വരെ ചെയ്തു എന്ന് തോറയിൽ പറയുന്നുണ്ട്. നമുക്കൊരാളെ നേതാവാക്കിയിട്ട് നമുക്ക് തിരിച്ചു പോയാലോ, നമുക്ക് മിസറിലേക്ക് പോയാലോ എന്നവർ രഹസ്യമായിട്ട് പറയുക വരെ ഉണ്ടായി. അവരങ്ങനെ ആലോചിക്കുക വരെ ഉണ്ടായി. അപ്പോൾ മൂസ അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വീണ്ടും ആ മിസറിലെ അടിമത്തം തന്നെയാണോ വേണ്ടത്? അവിടെ അടിമകളായിരിക്കെ നിങ്ങൾക്ക് ലഭിച്ച ഭക്ഷണം തന്നെയാണോ? അതാണ് ഒരു ഭക്ഷണത്തിൻ്റെ വിഷയം മാത്രമായിട്ടല്ല ഇതിനെ മൂസ അലൈഹിസ്സലാം കാണുന്നത്. നിങ്ങൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അടിമത്തം തന്നെയാണ്, വളരെ മോശമായത്. ഹിബിത്തു എന്നിട്ട് പറയുന്നത് ഹിബിത്തു, ഹബത്ത യഹിബിത്തു. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഹുബൂത്ത് പതനമാണ്, സ്റ്റാറ്റസിൻ്റെ ഡിക്ലിനേഷനാണ്. ഈ ഹിബിത്തു നിങ്ങൾ തരം താഴൂ, നിങ്ങൾ താഴൂ, അല്ലെങ്കിൽ പോകൂ എന്നൊക്കെ പറയാം. ഗെറ്റ് ഡൗൺ മിസുറ, മിസുറിലേക്ക് പോകൂ. ഫൈനലക്കും ആ സഅൽത്തും, നിങ്ങൾ ചോദിച്ചൊക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മൂസയുടെ വളരെ ദേഷ്യത്തോടെയുള്ള ഒരു വർത്തമാനം പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇഹ്ബിത്തു മിസുറ, മിസുറിലേക്ക് പോയിക്കോ, ഫൈനലക്കും ആ സഅൽത്തും, നിങ്ങൾ ചോദിച്ചൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് അടിമത്വമാണ് വീണ്ടും വേണ്ടത്. അപ്പം അള്ളാഹു നൽകുന്നതിൽ നിങ്ങൾക്ക് ക്ഷമയില്ല. അള്ളാഹു നൽകുന്ന നിഅമത്ത്, അവൻ നൽകുന്ന റിസ്ക്കിൽ ചിലപ്പോൾ നമുക്ക് ക്ഷമയുണ്ടാകണമെന്നില്ല. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ക്ഷമിച്ച് നിന്നു കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ മധുരം പിന്നീട് അനുഭവിക്കാൻ കഴിയുക. നേരത്തെ അനുഭവിച്ചു വന്ന പല ശീലങ്ങളുണ്ടാകും, പല ഭക്ഷണം മാത്രമല്ല പല ശീലങ്ങളും എല്ലാം ഉപേക്ഷിച്ച് മൂസയുടെ വിളി കേട്ട് അള്ളാഹുവിലേക്ക് അവർ വരികയാണ്. പക്ഷെ അതിൽ കുറേ ആളുകൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല സൗകര്യങ്ങളാണ് വേണ്ടത്. അത് യഥാർത്ഥത്തിൽ അതിനായാണ്, വളരെ മോശമാണ്, തരം താഴ്ന്നതാണ്. അപ്പോൾ ഹൈറ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കതാണ് വേണ്ടത്. അതുകൊണ്ടാണ് മൂസ ചോദിക്കുന്നത്, നിങ്ങൾ ഹൈറിനെ മാറ്റിയിട്ട് നിങ്ങൾ അതിനേക്കാൾ വളരെ ലോ ആയതാണോ പ്രിഫർ ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങൾ മിസുറിലേക്ക് പോയിക്കോ, ഹിബിത്തു മിസുറ, മിസുറിലേക്ക് പോയിക്കോ എന്ന് മാത്രമല്ല, ആ പ്രയോഗത്തിൽ തന്നെ മിസുറിലേക്ക് പോയി തരം താഴ്ന്നവരായിട്ട് മിസുറിലേക്ക് തന്നെ പോയിക്കോ, അവിടെയാണല്ലോ നിങ്ങൾ ചോദിച്ചൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അവരോട് സംസാരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന. ഇതിങ്ങനെ സംഭവിച്ചത് കൊണ്ട് മാത്രമല്ല, മൊത്തം ഇതേപോലെയുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിലപാടൊക്കെ കാരണം അള്ളാഹു പറയുകയാണ്, അവർക്ക് ദില്ലത്ത്, നിന്ദ്യത അടിച്ചേൽപ്പിക്കപ്പെട്ടു, അവർക്ക് നൽകപ്പെട്ടു, നിന്ദ്യത നൽകപ്പെട്ടു. വൽ മസ്കന, ദാരിദ്ര്യം നൽകപ്പെട്ടു, നിന്ദ്യതയും ദാരിദ്ര്യവും അവർക്ക് നൽകപ്പെട്ടു. വബാഉ ബി ഗളബിൻ മിനല്ലാഹ്, ബാഉ ബി ഗളബിൻ ലിറ്ററലി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപത്താൽ അവർ മടങ്ങിയെന്നാണ്. അവർ മടങ്ങിയത് അള്ളാഹുവിൻ്റെ കോപത്താലാണ്. വബാഉ ബി ഗളബിൻ മിനല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ചു. ദാലിക, അതെന്തുകൊണ്ടാ? ബി അന്നവും കാനൂ യക്ഫുറൂന ബി ആയാത്തില്ല, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചു കൊണ്ടേയിരുന്നത് കൊണ്ട്, അള്ളാഹുവിൻ്റെ ആയത്തുകളോട് നന്ദികേട് കണ്ടിന്യൂസ്ലി കാണിച്ചു കൊണ്ടേയിരുന്നത് കൊണ്ടാണ്. വയഖ്തുലൂന നബിയീൻ, അവർ പ്രവാചകന്മാരെ കൊന്നതുകൊണ്ടും, ബി ഗൈരിൽ ഹക്ക്, അന്യായമായി പ്രവാചകന്മാരെ കൊന്നതുകൊണ്ടും. ദാലിക്ക, അതെന്തുകൊണ്ടാണ്? അഥവാ രണ്ടാമത് പറയുന്ന ദാലിക്ക, ആദ്യം പറയുന്നത് ദില്ലത്ത്, അവർക്ക് നിന്ദ്യത കിട്ടിയത് എന്തുകൊണ്ടാണ്? നിന്ദ്യത കിട്ടിയത് അവർ കുഫ്ർ ചെയ്തുകൊണ്ടേയിരുന്നത് കൊണ്ടും പ്രവാചകന്മാരെ കൊന്നതുകൊണ്ടും. മസ്കനത്ത് എന്തുകൊണ്ടാണ് കിട്ടിയത്? ദാലിക്ക ബിമാ അസൗ വക്കാനു യഅ്തദൂൻ, അവർ അനുസരണക്കേട് കാണിച്ച് അവർ പരിധി ലംഘിക്കുന്ന ആളുകളായിക്കൊണ്ടേയിരുന്നതുകൊണ്ട്, പരിധി ലംഘിച്ചു കൊണ്ടേയിരുന്നു. അക്കാരണത്താലാണ് അവർക്ക് മസ്കനത്ത് കിട്ടിയത്. അവരോട് പറഞ്ഞ പരിധികളൊക്കെ ലംഘിച്ച് അവർ ധിക്കാരം കാണിച്ചുകൊണ്ടിരുന്നു. അവർ പ്രവാചകന്മാരെ കൊന്നവരായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലും പലയിടങ്ങളിലും പറയുന്നുണ്ട്. ഈ സംഗതി പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസയുടെ കാലത്ത് തന്നെ കുറേ പ്രവാചകന്മാരുണ്ട്. മൂസയുടെ കാലത്ത് ഹാറൂൻ നബിയുണ്ട്,
അതുപോലെ യൂഷൈ നബിയുണ്ട്, മിറിയാം അല്ലെങ്കിൽ മറിയം എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. അതിനു പുറമെ വേറെയും കുറേ നബിമാരെ തൗറാത്ത് പറയുന്നുണ്ട്. മൂസയുടെ കാലത്ത് തന്നെയുണ്ട്. തുടരെ കുറേ നബിമാരെ കിട്ടിയ കൗമാണ്. പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ അനേകം പ്രവാചകന്മാരുണ്ടായിരുന്നു. ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ അടുത്ത പ്രവാചകൻ, അല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ പ്രവാചകന്മാർ, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ടീമാണ്. നമ്മുടെ പണ്ഡിതന്മാരെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ പണ്ഡിതന്മാരെ പോലെ ബനു ഇസ്രായേലിൽ നബിമാരയക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് പ്രവാചകന്മാരെ അവർ കുറേ കൊന്നിട്ടുണ്ട്. അക്കാര്യത്തെ വളരെ മനോഹരമായിട്ട് ഈസാ അലൈഹി സ്വലാമിൻ്റെ പ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ ഈസാ അലൈഹി സ്വലാം അവരോട് പ്രഭാഷണം നടത്തുന്ന ഒരു രംഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്കു ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ യേശു അവരോട് നടത്തുന്ന പ്രഭാഷണമാണ്. എന്നിട്ട് അവരോട് വീണ്ടും പറയുന്നതാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ടും, ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികൾ ആകയില്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചു കൊള്ളുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് അവർ പ്രവാചകന്മാരെ കൊന്ന കാര്യം യേശു ഈസാ അലൈഹി സ്വലാം പറയുന്നു. വീണ്ടും ഈസാ അലൈഹി സ്വലാം അവരോട് പറയുന്നതായിട്ട് പറയുന്നു, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? വളരെ വളരെ സ്ട്രോങ് ആയ വാക്കിലൂടെയാണ് അവരഭിസംബോധന ചെയ്യുന്നത്. എത്രത്തോളം നിങ്ങൾ കൊന്നു? ഈസാ അലൈഹി സ്വലാം പിന്നെയും പറയുന്നു, നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരക്യാവിൻ്റെ മകനായ സക്കരിയാവിൻ്റെ രക്തം വരെ, അതായത് സക്കരിയ അലൈഹി സ്വലാമിൻ്റെ രക്തം വരെ, ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവർ കൊന്ന ആളുകളുടെ കാര്യം പറയാണ്. നിങ്ങൾ സക്കരിയ അലൈഹി സ്വലാം വരെയുള്ള ആളുകളെ നിങ്ങൾ കൊന്നിരിക്കുന്നു. നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ സക്കരിയ അലൈഹി സ്വലാമിൻ്റെ രക്തം വരെ ചിന്തിയ ആളുകളാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഇമോഷണലായിക്കൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഈസാ അലൈഹി സ്വലാം ഇങ്ങനെ പറയുന്നുണ്ട്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഇമോഷണലി ഈസാ അലൈഹി സ്വലാം പ്രവാചകന്മാരെ കൊന്നവർ എന്നവരെക്കുറിച്ച് പറയുന്നു. ഖുർആൻ പറയുന്നു, അക്കാരണത്താൽ തന്നെ അവർക്ക് ദില്ലത്തും മസ്കനത്തും അള്ളാഹു നൽകി, ദില്ലത്ത് നൽകി. ദില്ലത്തിൻ്റെ കാരണം പറഞ്ഞത് ബിഅന്നഹും കാനു യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന നബിയ്യീൻ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ ധിക്കരിക്കുകയും തള്ളിക്കളയുകയും അതുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കുകയും വയഖ്തുലൂന നബിയ്യീൻ, പ്രവാചകന്മാരെ വധിച്ചു കളയുകയും ചെയ്തതുകൊണ്ടാണ്. അതുപോലെ അവർക്ക് മസ്കനത്ത് ലഭിച്ചത് എന്തുകൊണ്ടാണ്? ദാലിക ബിമാ അസൗ വകാനു യഅ്തദൂൻ, അവരോട് പറഞ്ഞ പരിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് ധിക്കാരപൂർവം പ്രവർത്തിച്ചതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്.